നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനാണ് UDF സർക്കാർ നീക്കമെന്ന് ആരോപിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം. ഷൊർണൂരിൽ KSKTU സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. KSKTU മണ്ണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. KSKTUവിന്റെ നേതൃത്വത്തിൽ മാത്തൂരും കുളപ്പുള്ളിയിലും പ്രതിഷേധ ധർണ. ഓണാഘോഷം സജീവമാകുന്നതോടെ ഓണ വിപണിയും സജീവം. വില പിടിച്ചു നിർത്താനായി വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഓണച്ചന്തകൾക്ക് തുടക്കം. ഷൊർണൂർ നഗരസഭയിൽ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം 2026 വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ച് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ. പരുത്തിപ്പുള്ളിയിലെ സ്വകാര്യ റിസോർട്ടിൽ നീന്തൽക്കുളത്തിൽ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ പാടക്കുളം പടിയത്ത് വീട്ടിൽ ബിനാസ് ഫൈസ ദമ്പതികളുടെ മകൻ റിഹാൻ അഹമ്മദാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്നിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം ടൗണിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പൂവിൽപ്പന ഷെഡ് നഗരസഭാ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടിയെന്ന് അധികൃതർ. വാർത്തകൾ വിശദമായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ഷൊർണൂർ വില്ലേജ് ഓഫീസിന് മുന്നിലും പ്രതിഷേധ പരിപാടി നടത്തി. KSKTU സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്നിവ സംയുക്തമായാണ് ധർണ നടത്തിയത്. KSKTU ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പെൻഷൻകാർ ഷൊർണൂർ വില്ലേജ് ഓഫീസിന് മുന്നിലും പ്രതിഷേധിച്ചു. LDF സർക്കാർ വീടുകൾ എത്തിച്ച് വിതരണം ചെയ്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക, ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കർഷക തൊഴിലാളി യൂണിയനും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായാണ് ഷൊർണൂരിലെ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ധർണാ സമരം KSKTU ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പോ കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെയും പെൻഷൻ നിഷേധിക്കുന്നതിന് വേണ്ടി അത് കൈകളിലെത്തുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് എല്ലാവരെയും ബാങ്കിലേക്ക് പെൻഷൻ മാറ്റിക്കൊണ്ട് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പെൻഷൻ വാങ്ങാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ കിടപ്പ് രോഗികൾക്ക്, അതുപോലെ തന്നെ പരസഹായമില്ലാതെ ബാങ്കിൽ പോവാൻ വേണ്ടി കഴിയാത്തവർക്ക്, അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകള് വേണ്ടത്ര നിശ്ചയമില്ലാത്തവർക്ക് ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. വില്ലേജ് പ്രസിഡന്റ് K മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MK രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. CPM ഷൊർണൂർ LC സെക്രട്ടറി ND ദിൻഷാദ്, S മുണ്ടൻ, T ലത, PC രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU മണ്ണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം T ഷിബു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ RSSന്റെയും BJPയുടെയും നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ തിട്ടൂരങ്ങൾക്കും ഈ കേരളത്തിലെ UDFന്റെ ഗവൺമെന്റ് എന്ന് പറയുന്ന VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതപ്പോൾ പറയുന്നു, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ വീടുകളിൽ കൊടുക്കുന്നത് ഒഴിവാക്കും. പാർട്ടി സഖാക്കൾ കുട്ടി സഖാക്കൾ വീടുകളിൽ കൊടുക്കുമ്പോൾ അതിൽ വലിയ അഴിമതിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ബാങ്കുകളിലൂടെ നേരിട്ടെന്ന് പറഞ്ഞു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ പോകണമെന്ന് എത്ര ആളുകൾക്ക് പോകാൻ വേണ്ടി കഴിയും? ഇന്നലെയും മിനിഞ്ഞാന്നുമായി ഞങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ആളുകളും നമ്മൾ പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തന ഫണ്ട് പിരിക്കാൻ വേണ്ടി വീടുകളിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ്. K സൈദർവി അധ്യക്ഷത വഹിച്ചു. തങ്കപ്പൻ, മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, V മോഹനൻ, KV മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. P സുരേഷ് ബാബു സ്വാഗതവും M ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTUവിന്റെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം. കുളപ്പള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധ കൂട്ടായ്മ P മാമിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക,
പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന സമ്പ്രദായം തുടരുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSKTU കുളപ്പുള്ളി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുളപ്പുള്ളി വില്ലേജ് ഓഫീസിന് മുന്നിൽ പെൻഷൻകാരുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പി മാമ്പിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിച്ചതിലൂടെ സാധാരണ ജനങ്ങളോട് കാണിച്ച കൊലച്ചതിയാണ് UDF സർക്കാർ ചെയ്തതെന്ന് MLA പറഞ്ഞു. ഒരു മുടക്കവും കൂടാതെ അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അവരുടെ വീടുകളിലേക്ക് അവർ കിടക്കുന്ന അവരുടെ കിടക്കപ്പായയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ഈ പെൻഷൻ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പെൻഷൻ വീട്ടിലേക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. പെൻഷൻ വേണമെങ്കിൽ നിങ്ങൾ വാണിജ്യ ബാങ്കുകളിൽ, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ പോയി അക്കൗണ്ട് എടുത്ത് അവിടുത്തെ അക്കൗണ്ടറായി മാറിയാൽ അവിടേക്ക് പെൻഷൻ ഞങ്ങൾക്ക് മാറ്റിത്തരണമെന്ന് നിങ്ങൾ എഴുതിയാൽ പെൻഷൻ അവിടെ തരും എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലൊരു വർത്തമാനം കേട്ടു, പോസ്റ്റ് ഓഫീസ് മുഖേന കൊടുക്കണമെന്നും പറഞ്ഞു. ഏത് വഴിയാണ് കൊടുക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൻഷൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട മനുഷ്യരോട് ഇങ്ങനെയൊരു കൊലച്ചതി ചെയ്യാൻ എങ്ങനെ ധൈര്യം വന്നു ഈ UDF ഗവൺമെൻറ്റിന്, ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിന് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നർത്ഥം. പ്രതിഷേധ പരിപാടിയിൽ VK അനുരാജ് അധ്യക്ഷത വഹിച്ചു. രമണി സ്വാഗതവും ഗോപാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ക്ഷേമ പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുന്ന UDF സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSKTU മാത്തൂർ, തച്ചങ്കാട് വില്ലേജ് കമ്മിറ്റികൾ സംയുക്തമായി മാത്തൂർ ചുങ്കമന്തത്തെ നമ്പർ 1 വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ഏരിയ സെന്റർ അംഗം V മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമ പെൻഷൻ വിതരണം ദേശസാൽകൃത ബാങ്കുകളിലേക്ക് മാറ്റുന്ന UDF സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSKTU മാത്തൂർ, തച്ചങ്കാട് വില്ലേജ് കമ്മിറ്റികൾ സംയുക്തമായി മാത്തൂർ ചുങ്കമന്തത്തെ നമ്പർ 1 വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CPM ഏരിയ സെന്റർ അംഗം V മോഹനൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിൽ ഏകദേശം 62 ലക്ഷത്തിലേറെ പേർ 60 വയസ്സ് പൂർത്തിയായിട്ടുള്ളവർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരാണ്. അവർക്ക് എല്ലാ മാസവും മാസം തോറും വീടുകളിൽ ഈ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഓണമായാലും റംസാനായാലും പെരുന്നാൾ, ക്രിസ്തുമസ് ആയാലും ഉത്സവകാലങ്ങളിലെല്ലാം ഒരു മാസത്തെ പെൻഷൻ അഡ്വാൻസായി നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. KSKTU തച്ചങ്കാട് വില്ലേജ് സെക്രട്ടറി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം പ്രതിനിധി V രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട് എന്നിവർ സംസാരിച്ചു. തച്ചങ്കാട് വില്ലേജ് സെക്രട്ടറി ഗോപി മാത്തൂർ സ്വാഗതവും സദാശിവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കീഴിൽ കൺസ്യൂമർ ഫെഡ് മുഖേന ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഓണം സഹകരണ വിപണി ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് A സോമസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവകാലത്തെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തോടെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ നിശ്ചയിച്ച വിലയിലും മറ്റുൽപ്പന്നങ്ങൾ 10% മുതൽ 30% വരെ വിലക്കിഴിവിലും വിപണിയിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകും. ഇതിനു പുറമെ സൊസൈറ്റിയെയും ഹോർട്ടികോപ്പും സംയുക്തമായി 21 മുതൽ 24 വരെ ഒറ്റപ്പാലം TB റോഡിലുള്ള സൊസൈറ്റി കെട്ടിടത്തിൽ പച്ചക്കറി വിപണന ചന്തയും സംഘടിപ്പിക്കും. കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ തികച്ചും ന്യായമായ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ PM സൂര്യാഘർ പദ്ധതിയുടെ ഭാഗമായി KSEBയും കിർലോസ്കർ സോളാറുമായി സഹകരിച്ച് 23-24 തീയതികളിൽ സൊസൈറ്റിയിൽ മെഗാ സോളാർ ലോൺ മേളയും സൗജന്യ പോട്ട് രജിസ്ട്രേഷൻ ക്യാമ്പും നടക്കും. കേന്ദ്ര സർക്കാർ സബ്സിഡിയും പ്രത്യേക ഓണം ഗ്രാൻഡ് ഓഫറും ഉൾപ്പെടെ 90,000 രൂപ വരെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ആകർഷമായ പലിശനിരക്കിലുള്ള മേളയിൽ വിവിധ ബാങ്കുകൾ മുഖേന വായ്പാ സൗകര്യങ്ങൾ, സോളാർ സ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട സംശയ നിവാരണം, KSEBയുടെ നടപടിക്രമങ്ങൾക്കുള്ള സഹായം എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കും. സൗജന്യ രജിസ്ട്രേഷനായി ആധാർ, പാൻ കാർഡ്, KSEB ബിൽ എന്നിവ സഹിതം ക്യാമ്പിൽ പങ്കെടുക്കണം. സൊസൈറ്റി പ്രസിഡന്റ് A സോമസുന്ദരൻ, വൈസ് പ്രസിഡന്റ് P ബാലൻ, ഡയറക്ടർമാരായ M വിജയകുമാർ, A ബാബുരാജ്, സെക്രട്ടറി P സംപ്രീത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്സവക്കാലത്ത് വില
നിയന്ത്രിക്കുക എന്ന സർക്കാരിൻ്റെ ലക്ഷ്യത്തോടെ 13 ഐറ്റം സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ സർക്കാർ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടി സഹകരണ സംഘം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 13 ഐറ്റം സാധനങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് നോൺ സബ്സിഡിയായി മൊത്തം 18 ഐറ്റം സാധനങ്ങളാണ്. 1340 രൂപയ്ക്കാണ് ഈ കിറ്റ് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ 10% മുതൽ 30% വരെയാണ് ഇതിൽ നോൺ സബ്സിഡി ഇനത്തിൽ വില കമ്മിയായിട്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സപ്ലൈകോ ഷൊർണൂർ നിയോജക മണ്ഡലം തല ഓണം ഫെയർ 2026 ഉദ്ഘാടനം കുളപ്പുള്ളിയിൽ നടന്നു. കുളപ്പുള്ളി സപ്ലൈകോ മാർക്കറ്റിൽ മണ്ഡലം തല ഉദ്ഘാടനം പി മമ്മിക്കുട്ടി MLA നിർവഹിച്ചു. കേരളത്തിലെ വിപണി വില നിയന്ത്രണത്തിനും സാധാരണ ജനങ്ങൾക്ക് ന്യായവിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിപണി ഇടപെടൽ സ്ഥാപനമായ സപ്ലൈകോ ഈ ഓണക്കാലത്തും മലയാളികളുടെ ആഘോഷങ്ങൾക്ക് കരുത്തേകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനോടൊപ്പം കുടുംബാംഗങ്ങൾക്കായി മികച്ച ഷോപ്പിംഗ് അനുഭവം ഒരുക്കുന്ന ജില്ലാ ഓണം ഫെയറിന് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സപ്ലൈകോ ഷൊർണൂർ നിയോജക മണ്ഡലതല ഓണം ഫെയർ 2026 ഉദ്ഘാടനം കുളപ്പുള്ളി സപ്ലൈകോയിൽ നടന്നു. പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ, സാധനങ്ങൾ, പലവ്യഞ്ജനങ്ങൾ, അരി, ധാന്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിനു വേണ്ടിയുള്ള മാർക്കറ്റ് വിപണി ഇടപെടൽ വളരെ ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം. ആ നിലയിൽ ഇപ്രാവശ്യത്തെ ഈ ഓണം ഉത്സവത്തിലും മാർക്കറ്റ് വിപണിയിൽ ഇടപെട്ടുകൊണ്ട് വിലക്കയറ്റത്തിന് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സഹായകരമായ വിധത്തിലുള്ള ഓണച്ചന്തകളും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഈ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ അത്തക്കിറ്റ് ആദ്യ വിൽപ്പന നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ് നിർവഹിച്ചു. കൂടാതെ ആദ്യ വിൽപ്പന വാർഡ് കൗൺസിലർ EA ഗീതയും നിർവഹിച്ചു. ചടങ്ങിൽ ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല അധ്യക്ഷയായിരുന്നു. ഒറ്റപ്പാലം സപ്ലൈകോ T രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജയ് പ്രകാശ് ശങ്കർ, രശ്മി പ്രദീപ്, TM യൂസഫ്, EK സുഭാഷ്, K പ്രസാദ്, NK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓണം ഫെയറിൽ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ, മറ്റു അവശ്യസാധനങ്ങൾ എന്നിവ, ആകർഷകമായ ഓഫറുകൾ, വിലക്കിഴിവുകൾ എന്നിവയിലൂടെ ഓണക്കാലത്തെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സപ്ലൈകോ നൽകുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ആഘോഷിച്ചു മതിവരാതെ മലയാളികൾ. നാടെങ്ങും ഓണാഘോഷ പരിപാടികൾ തുടരുന്നു. ഷൊർണൂർ നഗരസഭയിൽ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം 2026 സംഘടിപ്പിച്ചു. വിവിധ പരിപാടികളോടുകൂടി നടത്തിയ ആഘോഷ ദിനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പൂക്കളം തീർത്തും ആട്ടവും പാട്ടും ആർപ്പുവിളികളുമൊക്കെയായി ആഘോഷിച്ച് മതിവരാതെ വീണ്ടുമൊരു ഓണാഘോഷം ഷൊർണൂർ നഗരസഭ അങ്കണത്തിൽ. നഗരസഭ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം 2026 പൂക്കള മത്സരത്തോടുകൂടിയായിരുന്നു തുടക്കം. സ്റ്റാഫ് അംഗങ്ങൾ, കൗൺസിലേഴ്സ്, CDS എന്നീ 3 വിഭാഗങ്ങളായി തിരിച്ച് അതിമനോഹരമായ പൂക്കളം തീർത്തു. സ്റ്റാഫ് അംഗങ്ങളുടെ ടീം പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. കൗൺസിലേഴ്സ്, CDS എന്നീ വിഭാഗങ്ങൾക്ക് 2ാം സ്ഥാനവും ലഭ്യമായി. വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർപേഴ്സൺ P നിർമ്മല വിതരണം ചെയ്തു. ഓണാഘോഷം 2026 നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ഉദ്ഘാടനം ചെയ്തു. ഒരു പൂക്കള അവർ സാധാരണ ഇടാറുണ്ട്. അപ്പം അതിന് പുറമെ 2 ടീമായിട്ട് അവരും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും എന്നുള്ളതാണ്. അല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ ഉദ്യോഗസ്ഥര്, കൗൺസിലർമാർ എന്നുള്ളൊരു മത്സരമൊന്നും ഇവിടെ ഇല്ല. അത് കുറച്ചും കൂടി ആളുകൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എല്ലാവരും വളരെ
ഒത്തൊരുമയോടുകൂടി തന്നെയാണ് നഗരസഭയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നത്. അതിലാരും പിന്നോക്കമില്ല. ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ ഏറ്റവും അടിത്തട്ടിലുള്ള എല്ലാ ജീവനക്കാരും, കണ്ടിയൻ സ്റ്റാഫ്, അങ്ങനെ അവരുടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇന്നിവിടെ ഈ നഗരസഭയ്ക്ക് നേട്ടങ്ങളെല്ലാം തന്നെ അവകാശപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. വെയിലും മഴയില്ലാതെ പണിയെടുക്കുന്ന അവരുടെ പ്രവൃത്തിയാണ് ഇവിടെ ഏറ്റവും ആദരിക്കപ്പെടേണ്ട പ്രവൃത്തിയായി എനിക്ക് തോന്നിയിട്ടുള്ളത്. ചടങ്ങിൽ ജനപ്രതിനിധികളായ VK അനുരാജ്, CK സൗമ്യ, VC സിന്ധു, രവീന്ദ്രൻ, സന്ധ്യ, VK ശ്രീകൃഷ്ണൻ, EP നന്ദകുമാർ, സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭയിൽ പുതുതായി ജോയിൻ ചെയ്ത ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ചടങ്ങിൽ ചെയർപേഴ്സൺ ഉപഹാരങ്ങളും വിതരണം ചെയ്തു. ഓണാഘോഷം കെങ്കേയമാക്കാൻ വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ഇത്തവണയും ഓണാഘോഷം കളറാക്കാൻ വിവിധ ആഘോഷ പരിപാടികളും അരങ്ങേറി. മോഹൻ പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. ഡാൻസും പാട്ടുമൊക്കെയായി മണിക്കൂറുകളോളം ആഘോഷത്തിമിർപ്പിലായിരുന്നു നഗരസഭ അങ്കണം. ആഘോഷിച്ച് മതിവരാതെ ജനപ്രതിനിധികളും ജീവനക്കാരും നിരവധി പേർ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ച് ഒറ്റപ്പാലത്തെ പോലീസുകാർ മാതൃകയായി. അമ്മമാർക്ക് ഓണക്കോടിയും ഓണസദ്യയും നൽകിയാണ് ഒറ്റപ്പാലത്തെ പോലീസുകാർ മാതൃകയായത്. SI K ഷിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പോലീസ് സ്റ്റേഷനിലാണ് എത്ര ചെയ്താലും നമ്മളുടെ പണി തീരൂല. അപ്പൊ നിങ്ങൾക്ക് കുറച്ചു പേരെങ്കിലും നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും നമ്മുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ് തരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒറ്റപ്പാലം പോലീസ് എന്താ പറയാ, ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം. ഇതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിലും അറിയിക്കണം. സ്റ്റേഷന്റെ നേരിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ ചാർജുള്ള വിനോദ് സാറിന് നമ്പർ മാറ്റി വെച്ച് ഫോൺ ചെയ്താൽ ഏത് തരത്തിലായാലും. വിനോദ് B നായർ അധ്യക്ഷത വഹിച്ചു. K സുജയ, K അമൽ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാലിഷ്ടമായ കിടാവു തന്നെ വാലിട്ടു കണ്ണെഴുതിച്ചു. പിന്നെ Para
പരുത്തിപ്പള്ളിയിലെ സ്വകാര്യ റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. പരുത്തിപ്പള്ളി കൊടുങ്ങല്ലൂർ പാടക്കുളം പടിയത്ത് വീട്ടിൽ ബിനാസ് ഫൈസ ദമ്പതികളുടെ മകൻ റിഹാൽ അഹമ്മദാണ് മരിച്ചത്. കുട്ടിയുടെ കുടുംബം ലണ്ടനിലായിരുന്നു. സ്കൂൾ അവധിക്ക് നാട്ടിൽ വന്നതാണ്. കുട്ടിയുടെ മാതാവ് ഫൈസയുടെ വീട് മുടപ്പല്ലൂരിലാണ്. ഫൈസയുടെ സഹോദരൻ കുടുംബവും ഒന്നിച്ച് റിസോർട്ടിൽ താമസിക്കാൻ വന്നതായിരുന്നു. സ്ത്രീകളുടെ നീന്തൽക്കുളത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം കുളിക്കുന്നതിനിടയിലാണ് കുട്ടി അബദ്ധത്തിൽ മുങ്ങി മരണപ്പെട്ടത്. കോട്ടായി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്നിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. ദിവസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലം ടൗണിലെ സീബ്ര ലൈനിൽ കാർ ഇടിച്ച് കോളേജ് വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലത്തെ സീബ്ര ലൈനിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ MK അനശ്വര, KM അനഘ, KM സനിക എന്നിവരെ പരിക്കുകളോടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മൂവരെയും വിശദമായ പരിശോധനകൾക്ക് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് ഭാഗത്തു നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്കാണ് വിദ്യാർത്ഥികളെ ഇടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലം ടൗണിലെ സീബ്ര ലൈനിൽ കാറിടിച്ച് കോളേജ് വിദ്യാർത്ഥിക്കും പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ടൗണിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പൂവിൽപ്പന ഷെഡ് നഗരസഭ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടിയെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ശലഭം സംഘകൃഷി എന്ന പേരിലാണ് നഗരസഭ 26-ാം വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളായ 4 പേർ കഴിഞ്ഞ ദിവസം മുതൽ ഒറ്റപ്പാലം ടൗണിൽ പൂവിൽപ്പന ആരംഭിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്ത പൂക്കളാണ് വിൽപ്പന നടത്തിയിരുന്നത്. വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ താൽക്കാലിക ഷെഡാണ് നഗരസഭ ആരോഗ്യ വിഭാഗം വ്യാഴാഴ്ച രാവിലെ പൊളിച്ചു നീക്കിയത്. അനധികൃതമായ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായിരുന്നു നടപടി. എന്നാൽ കുടുംബശ്രീ അംഗങ്ങളുടെ വിൽപ്പന കേന്ദ്രത്തിന്റെ ഷെഡ് പൊളിച്ചു മാറ്റിയത് അനധികൃതമാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് കൗൺസിൽ സായി കിരൺ പറഞ്ഞു. ഷെഡ് പൂർവ്വസ്ഥിതിയിലാക്കാനായി നടപടികൾ സ്വീകരിച്ചതായും താൽക്കാലിക കച്ചവടം നടത്തുന്നതിന് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും സായി കിരൺ പറഞ്ഞു. അതേസമയം കുടുംബശ്രീയുടെ വിൽപ്പന കേന്ദ്രമാണെന്ന് അറിഞ്ഞിട്ടും ഷെഡ് പൊളിച്ചു നീക്കിയ നഗരസഭയുടെ പ്രവൃത്തി പ്രതിഷേധാർഹമാണെന്ന് വാർഡ് കൗൺസിൽ NK ജയരാജൻ പറഞ്ഞു. എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട നഗരസഭയും ബന്ധപ്പെട്ട അധികാരികളും ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളുകളിൽ വീണ്ടും കൃഷി ഇറക്കി ഒരു കൃഷിയിലൊന്നും അവർക്ക് ഇറക്കിയ പൈസ മുതലാവില്ല. 2-3 കൊല്ലം അതിൽ കൃഷി നടത്തിയാൽ മാത്രമാണ് അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അവർക്ക് ക്ലിയർ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ മുന്നോട്ട് നയിക്കേണ്ട ആളുകൾ തന്നെ പുറകോട്ട് നയിക്കുന്ന രീതിയിലേക്കുള്ള നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഏറ്റവും അവസാനം പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല, ഇവരുടെ പൂക്കൃഷിയാണെന്ന് അറിഞ്ഞില്ല, നഗരസഭയുടെ അനുമതി ഉണ്ടെന്ന കാര്യം അറിഞ്ഞില്ല എന്നൊക്കെയാണ് അത്ര ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ചിലർ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, അവർ മറ്റെന്തോ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്ന് തന്നെയാണ് സംശയിക്കുന്നത്. ഏതായാലും ആ പൂക്കൃഷി വിളവെടുപ്പ് കഴിഞ്ഞ് നടത്തുന്ന വ്യാപാരം ഇത് അതേ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കും. ഇന്ന് രാവിലെ ഒറ്റപ്പാലം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഈ വിഷയങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ട് പൊതു സ്ഥലത്തുള്ള കച്ചവടങ്ങളൊക്കെ നീക്കുന്നതിൻ്റെ ഭാഗമായി ഒറ്റപ്പാലം ടൗണിൽ ഇറങ്ങിയിട്ടാണ്. എന്നാൽ അത് കുടുംബശ്രീയുടെ ആണെന്നുണ്ട് അവർക്ക് ശ്രദ്ധയിൽപ്പെടാത്തതിൻ്റെ ഭാഗമായി കൊണ്ട് ഈ പൂക്ക് കച്ചവടത്തിൻ്റെ ഷെഡ് താൽക്കാലികമായി കുറച്ച് ഭാഗം പൊളിച്ചു നീക്കി. ഇത് ഉടനെ തന്നെ വന്ന് ഇടപെടുകയും ഈ വിഷയം അവരെ ധരിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ടുപോയ സാധനം തിരിച്ചുകൊണ്ടെത്തിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് താൽക്കാലികമായി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നഗരസഭയുടെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, താക്കോല് കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അവർക്ക് ഇവിടെ വെക്കുന്നതിനുള്ള സംവിധാനം നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഈ ചെറിയൊരു മിസ്റ്റേക്ക് വന്ന് പരിഹരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട്ടെ സംരംഭകർക്ക് വ്യാപാര വിജയം കൈവരിക്കാനും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കാനും ലക്ഷ്യമിട്ട് BNI പാലക്കാട് റീജിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അസ്ലി ലാൻഡ്മാർക്ക് BNI മെഗാ എക്സിബിഷൻ ഓഗസ്റ്റ് 21 ആരംഭിക്കും. വിപണിക്ക് പുത്തനുണർവ് പകരുന്ന പ്രദർശനമേള സാധാരണ ജനങ്ങൾക്കും സംരംഭകർക്കും ഏറെ ഗുണകരമാകുമെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ CP അബ്ദുൾ സലാം പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിവിധ മേഖലകളിലെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പ്രദർശനമേളയാണ് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത്. സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും പുതിയ ഉപഭോക്താക്കളുമായി ബന്ധം സ്ഥാപിക്കാനും വ്യാപാര സാധ്യതകൾ വിപുലീകരിക്കാനും മേള അവസരമൊരുക്കും. വാണിജ്യ വളർച്ചയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്ന ആഗോള ബിസിനസ് നെറ്റ്വർക്കിംഗ് പ്രസ്ഥാനമായ BNI പാലക്കാട് ജില്ലയിൽ രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് പ്രദർശന വിൽപ്പനമേള സംഘടിപ്പിക്കുന്നത്. പ്രദർശനത്തിന്റെ ഭാഗമായി വൈകുന്നേരങ്ങളിൽ കലാസന്ധ്യയും ദിവസേന കുട്ടികൾക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സംരംഭകരെ ഒരുമിച്ച് പുതിയ വിപണികളും പുതിയ ബന്ധങ്ങളും പുതിയ അവസരങ്ങളും സൃഷ്ടിക്കുന്ന മെഗാ എക്സിബിഷൻ പാലക്കാടിന്റെ വ്യാപാര രംഗത്ത് നൂതന സാധ്യതകൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CP അബ്ദുൾ സലാം പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും
വിലക്കുറവിൽ ഒരുപാട് ഓഫറോട് കൂടി ഒരുപാട് സാധനങ്ങൾ എല്ലാ മേഖലയിലും, റീറ്റെയിലും, മെഡിക്കൽ, അതേപോലെ ഇലക്ട്രോണിക്സ്, റിയൽ എസ്റ്റേറ്റ്, ടെക്സ്റ്റൈൽസ്, അങ്ങനെ അതേപോലെ ജ്വല്ലറി, എല്ലാ മേഖലയിലുള്ള ആളുകളുടെ സ്റ്റാളുകളുണ്ട്. ഏറ്റവും നല്ല വിലക്കുറവിലാണ് അവിടെ സാധനങ്ങൾ ഒരുപാട് ഓഫറോട് കൂടിയാണ് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടാതെ നമ്മൾ കാണികൾക്ക് വേണ്ടിയിട്ടുള്ള കുറെ കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആർക്കും പാടാം എന്നുള്ള രീതിയിൽ അവിടെ വരുന്ന ആളുകൾക്ക് കരോക്കെ സോങ് പാടി അതിൽ നിന്നും വിജയിച്ച് മത്സരിച്ച് സമ്മാനം നേടാനുള്ള അവസരം ഉണ്ട്. അതേപോലെ തന്നെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്, കുട്ടികൾക്കുള്ള ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട്, ചെറിയ കുട്ടികൾക്കുള്ള ലിറ്റിൽ കിങ് ടാലന്റ് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ഫൈനൽ 30-ാം തീയതി നടക്കുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരത്തും 7 മണി മുതൽ 10 മണി വരെ സംഗീത സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാലക്കാട്ടിലെ കലാകാരന്മാരുടെ പല വിധത്തിലുള്ള പരിപാടികൾ വൈകുന്നേരങ്ങളിൽ നടക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫെഗസ് ജോയിന്റ് സെക്രട്ടറി ഉമ്മർ ഫാറൂഖ്, BNI ഫൗണ്ടേഷൻ അംബാസിഡർ നിഖിൽ കൊടിയത്തൂർ, അസ്ലി ലാൻഡ്മാർക്ക് MD പ്രകാശ് ഗോവിന്ദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നാടക ആസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രവും പൗരാവകാശത്തിന്റെയും നേർക്കാഴ്ച പറഞ്ഞ പുലിത്തേവർ ടാപ്പ് നാടകവേദിയുടെ രംഗോത്സവത്തിൽ അരങ്ങിലെത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൊതിച്ച് പോരാട്ടത്തിനിറങ്ങിയ പുലിത്തേവരുടെ ജീവിതമാണ് നാടകത്തിന്റെ പ്രമേയം. இந்த காட்டுக்குள்ளே அதிபயங்கரமான ஒரு புகை இருக்கிறது. அங்கே இருந்து கொண்டுதான் நமது புலித்தேவர் அனைத்து போருக்கும் ஆயத்தமாக இருப்பான். அங்கே சென்றால் அவனை எளிதாக வளைத்து பிடித்து வேண்டும். രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കൊതിച്ച് പോരാട്ടത്തിനിറങ്ങിയ പുലിത്തേവരുടെ ജീവിതമാണ് നാടകത്തിന്റെ പ്രമേയം. ബാല്യകാലത്ത് തന്നെ പുലിയുടെ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിച്ച നെർക്കെട്ടും സേവൽ പാളയക്കാരനായിരുന്നു പുലിത്തേവർ. ബാലനായിരിക്കുമ്പോൾ തന്നെ ആളുകളെ പുലിയിൽ നിന്നും രക്ഷിച്ചതോടെയാണ് കാത്തപ്പ തേവരുടെ പേര് പുലിത്തേവരായി മാറിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും സഖ്യങ്ങളുടെയും മുന്നേറ്റത്തെ യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും ഒളിമുറവുകൾ കൊണ്ടും പരാജയപ്പെടുത്തിയ പുലിത്തേവരുടെ 1727 മുതൽ 1767 വരെയുള്ള കാലഘട്ടത്തിലെ ഉജ്ജ്വല പോരാട്ടത്തിന്റെ കഥയാണ് പുലിത്തേവർ എന്ന നാടകത്തിലൂടെ പറഞ്ഞത്. ബാലൻ പുലിത്തേവൻ, അവനെ യുദ്ധവിദ്യ പഠിപ്പിച്ച മാതാവ്, ധീരവീര സൈന്യാധിപയായ ഒണ്ടിവീരൻ, വെന്നിക്കലാടിയാർ, നർത്തകികളും പോരാളികളുമായ ധീരവനിതകളായ മൈലാർ, കുയിലാൾ, പെൺപടയിലെ മറ്റംഗങ്ങൾ, ആർക്കോട്ട് നവാബ്, ബ്രിട്ടീഷ് ക്യാപ്റ്റൻ കാംബെൽ, ഒറ്റുകാരൻ തുടങ്ങിയവരെ കൂടാതെ ഈ നാടകത്തിലെ പുലിയും കഥാപാത്രമായി. പുലിത്തേവരുടെ ബ്രിട്ടീഷുകാർ ദേശം വിടുക, ബ്രിട്ടീഷുകാർ പുറത്തു പോകുക എന്ന പോരാട്ടത്തെക്കുറിച്ചും നാടകം പറയുന്നുണ്ട്. என் முன்னோர்கள் வியர்த்திட்ட மன்னடா இதிலிருந்து ஒரு நெற்மணி கூட உங்களுக்கு கப்பம் கட்ட முடியாது. நாம் இவனை சீரத்தை விட வேண்டும். തമിഴ്നാട്ടിലെ അതിധീരമായ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ കഥ പൂർണ്ണമായും തമിഴിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. സൗഹൃദം ദേശീയവേദി, കൊടുമ്പ്, തിരുക്കുമരൻ നാടകസഭയാണ് നാടകത്തിന്റെ അണിയറ ശില്പികൾ. സൗഹൃദം പ്രസിഡന്റ് PV സഹദേവൻ രചനയും സംവിധാനവും നിർവഹിച്ച പുലിത്തേവരിൽ ഗോപാലകൃഷ്ണൻ, S സെന്തിൽകുമാർ, S സുഭാഷ്, V ശശികുമാർ, G ബാബു, N നടരാജൻ, M രേവതി, G അനശ്വര, M ലാവണ്യ, R വീണ, S ഭവ്യശ്രീ, G ഉഷാകുമാരി S എന്നിവരാണ് കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയത്. സതീഷ് അണ്ണാമലൈ സംഗീത സംവിധാനവും ഗോപാലകൃഷ്ണൻ S കലാ സംവിധാനവും നിർവഹിച്ച നാടകത്തിന്റെ ഏകോപനം മഹേഷ് മാധവനായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാത്തൂർ സഹകരണ അർബൻ സൊസൈറ്റി പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കും. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 10:30 മന്ത്രി KA തുളസി നിർവഹിക്കും. ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം സജ്ജീകരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA, DCC പ്രസിഡന്റ് A തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംബന്ധിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് G ശിവരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാങ്ക് സെക്രട്ടറി PK പ്രിയാകുമാരൻ, സ്വാഗത സംഘം ജനറൽ സെക്രട്ടറി കൺവീനർ PR പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. അത് ഉദ്ഘാടനം ചെയ്യുന്ന 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ KA തുളസി ടീച്ചറാണ് അത് ഉദ്ഘാടനം ചെയ്തത്.
അതുപോലെ തന്നെ ആ യോഗത്തിൽ പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ പാലക്കാട് MLA ശ്രീ രമേശ് പാരിഷ് ഷാരടി, അതുപോലെ DCC പ്രസിഡന്റ് കോഴമംഗലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റുമായ ശ്രീ A തങ്കപ്പൻ, അതുപോലെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഖാദർ, പിന്നെ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ പാലക്കാട് ശ്രീ P ഉദയൻ, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ആലത്തൂർ അനിൽകുമാർ B, ബിജു M ജേക്കബ് സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ, ശ്രീ K രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, ശ്രീ P കലാധരൻ മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുകയും അതിൽ നന്ദി പറയുന്നതിന് വേണ്ടി ഇവിടുത്തെ ഞങ്ങളുടെ ഭരണസമിതി അംഗം മാലതി ടീച്ചറാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ പകൽ വീട്ടിൽ ഓണം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രവാസികളുടെ സഹകരണത്തോടെ നടന്ന ഓണാഘോഷം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KR ഷാജി അധ്യക്ഷത വഹിച്ചു. 12 അമ്മമാർക്ക് ഓണക്കോടി വിതരണവും ധനസഹായ വിതരണവും നടന്നു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണക്കോടി വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത നിർവഹിച്ചു. അപ്പോൾ ഇവിടെ വരുന്നത് ഒരു 5, 6, 7 പേരാണ് നമ്മൾ ഈ പകൽ വീടിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് വഴി സൗകര്യങ്ങൾ ഇത്തിരി മെച്ചപ്പെടുത്തണം. അതേപോലെ നമ്മളുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുണ്ട്. അപ്പോൾ നമ്മൾക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പകൽ വീടിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അവരും അതേപോലെ ICD സൂപ്പർവൈസറും രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും നമ്മളുടെ പകൽ വീട് ഒത്തിരി സൗകര്യങ്ങൾ കൂടി നമ്മുടെ AISും ഇത് സംസാരിച്ചൊരു കാര്യമാണ്. പഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത, അസിസ്റ്റന്റ് സെക്രട്ടറി ജയൻ, അനിത, ഷംസുദ്ദീൻ മാങ്കുറിശി, മുസ്തഫ പടിജാക്കര, KV റഫീഖ്, ജലീൽ പത്തിരിപ്പാല, NR രമ്യ എന്നിവർ സംസാരിച്ചു. പ്രവാസികളായ റഫീഖ്, രാജൻ, ജനാർദ്ദനൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് പകൽ വീട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം അർബൻ ബാങ്കിന്റെ അംഗങ്ങൾക്ക് 2025-26 സാമ്പത്തിക വർഷത്തെ 11% ഡിവിഡൻഡ് നൽകാൻ തീരുമാനിച്ചു. ബാങ്കിന്റെ 89ാം പൊതുയോഗത്തിലായിരുന്നു തീരുമാനം. U രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ വിശ്വാസവും സഹകരണവുമാണ് ബാങ്കിന്റെ വളർച്ചയ്ക്ക് പ്രധാന ശക്തിയെന്ന് ചെയർമാൻ പറഞ്ഞു. ഇവിടെ 8.5% എവിടെയെങ്കിലും സൗകര്യം ഉണ്ടോ? ഏതെങ്കിലും സർവീസ് സഹകരണ ബാങ്കിലോ ഉണ്ടോ? സർവീസ് സഹകരണ ബാങ്ക് മോശം. സർവീസ് സഹകരണ ബാങ്കുകൾ രാജ്യത്തിന്റെ നാഡീജനപ്പാണ്. അതേ സഹകരണ മേഖലയിൽപ്പെട്ട വാക്കാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ അതിന് പ്രത്യേകത. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാം. ഓവർഡ്രാഫ്റ്റ് 12% പലിശ എടുക്കുന്നത്. CC ക്യാഷ് ക്രെഡിറ്റ് 12%. നേരത്തെ കോടിയുടെ ശതമാനം 14%. 12%ലേക്ക് താഴ്ത്താൻ വേണ്ടി കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാനാണ് UDF സർക്കാർ നീക്കമെന്ന് ആരോപിച്ച വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം. ഷൊർണൂരിൽ KSKTU സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ധർണ. KSKTU മണ്ണൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. KSKTUവിന്റെ നേതൃത്വത്തിൽ മാത്തൂരും കുളപ്പുള്ളിയിലും പ്രതിഷേധ ധർണ. ഓണാഘോഷം സജീവമാകുന്നതോടെ ഓണ വിപണിയും സജീവം. വില പിടിച്ചു നിർത്താനായി വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ ഓണച്ചന്തകൾക്ക് തുടക്കം. ഷൊർണൂർ നഗരസഭയിൽ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം 2026. വേറിട്ട ഓണാഘോഷം സംഘടിപ്പിച്ച ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ. പരുത്തിപ്പുള്ളിയിലെ സ്വകാര്യ റിസോർട്ടിൽ നീന്തൽക്കുളത്തിൽ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊടുങ്ങല്ലൂർ പാടക്കുളം പടിയത്ത് വീട്ടിൽ ബിനാസ് ഫൈസ ദമ്പതികളുടെ മകൻ റിഹാൻ അഹമ്മദാണ് മരിച്ചത്. ഒറ്റപ്പാലത്ത് സീബ്ര ലൈനിലൂടെ റോഡ് കുറുകെ കടന്നിരുന്ന 3 വിദ്യാർത്ഥികളെ ഇടിച്ച ബൈക്ക് നിർത്താതെ പോയി. ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒറ്റപ്പാലം ടൗണിൽ കുടുംബശ്രീ അംഗങ്ങളുടെ പൂവിൽപ്പന ഷെഡ് നഗരസഭാ ആരോഗ്യ വിഭാഗം പൊളിച്ചു നീക്കി. അനധികൃത കച്ചവടമെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു നടപടിയെന്ന് അധികൃതർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.